ഞാനും കർത്താവുമായിട്ട് ഉടമ്പടിയിലാണ്. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കത്തുള്ള കാലം ഇതിൻ്റെ കംപ്ലീറ്റ് സെക്യൂരിറ്റി ആരാണ്? ദൈവമാണ് സെക്യൂരിറ്റി. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. ഉടമ്പടി എടുത്തുകൊണ്ട് പോയിരുന്നതല്ല. ഇപ്പോൾ അത് മറിച്ച് ഉടമ്പടിയിലാവുമ്പോൾ ഉടമ്പടി ഓരോ അംശങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുകയും നിങ്ങൾ ഉടമ്പടിയിലെ നിങ്ങളുടെ വിശദാംശങ്ങളെ ഇവിടെ കാണിക്കുന്നതിൻ്റെ, ഇവിടെ ഒരു ഉടമ്പടി എടുക്കാതെ നേരത്ത് നിങ്ങൾ കാണിക്കുന്നതിൻ്റെ സൂക്ഷ്മതയുടെ ഒരു 50% കൂടി സൂക്ഷ്മത വീട്ടിൽ ചെന്നിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി കാണിക്കണം. ഉടമ്പടി ചെയ്യാൻ വേണ്ടി കാണിക്കണം. ശ്രദ്ധിക്കട്ടെ മക്കളെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. റീന സാബു നിലമ്പൂർ എന്ന് പറഞ്ഞ വേറൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്ന സാക്ഷിയാണ്. അപ്പം അവർ പറയണത്, ഞാൻ എൻ്റെ നിയോഗങ്ങളെ ഇങ്ങനെ എപ്പോഴും നിയോഗങ്ങൾ നിറവേറിയോ എന്നല്ല നോക്കണത്. ഞാൻ നിബന്ധനകൾ നിറവേറിയോ എന്നാണ് ഞാൻ ഈച്ചൻ്റെ ഒരു നിബന്ധനകൾ എടുത്തിട്ട് നോക്കും. നിബന്ധനകൾ നിറവേറുക. അപ്പോൾ ഓരോരുത്തരുടെ സമീപനം കണ്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കണ, ഇപ്പം നിങ്ങളും തന്നെയാണെങ്കിലും നിങ്ങൾ ചിലർ പകുതി മുക്കാൽ ആൾക്കാരും ചെയ്യണത് നിയോഗങ്ങൾ നിറവേറിയോ, ഓഫർ ലെറ്റർ വന്നോ, അല്ലെങ്കിൽ ജപ്തി നടപടി മാറാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം ഉണ്ടായോ, അത് വസ്തു വിൽക്കാൻ വേണ്ടി ആൾക്കാർ വന്നോ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നിയോഗങ്ങളുടെ സിംറ്റംസാണ് നോക്കണത്. വീട്ടിൽ ചെന്നിട്ട് നിയോഗങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് നോക്കണത്. പക്ഷേ ഈ റീന സാബു നിലമ്പൂർ അവരുടെ അപ്രോച്ച് വേറെയാണ്. അവർ പറയണത്, ഞാൻ നോക്കുന്നത് നിബന്ധനകൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്ത് നോക്കുമെന്ന്. എൻ്റെ നിബന്ധനകൾ ഞാൻ 1 by 1 ആയിട്ട് ഞാൻ ദൈവത്തോട് ചെയ്ത നിബന്ധനകളില്ലേ, അതെല്ലാം ഞാൻ ആക്യുറേറ്റായിട്ടാണ്, അതായത് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ടാണ് ഞാൻ ഫോളോ ചെയ്യണത് എന്ന് നോക്കും. അപ്പോൾ അതൊരു സമീപനമാണ്. എന്താണത്? ആ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ്. നിയോഗങ്ങൾ നിറവേറിയോ എന്ന് നോക്കുന്നത് എന്താണ്? നമ്മൾക്ക് ഇപ്പം മകനെ വിളിച്ചു ചോദിക്കും, എപ്പോഴും അമ്മ മകനെ വിളിച്ചു ചോദിക്കും, മകനെ അത് ചെയ്യാതെ വിസ പ്രോസസ്സിങ് കഴിഞ്ഞതിൻ്റെ വിസ പുതുക്കി കിട്ടിയ, അല്ലെങ്കിൽ എന്തെങ്കിലും കത്ത് വന്നാൽ, എന്തെങ്കിലും മെസ്സേജ് വന്നാൽ നീ നോക്കണേ, ഞാൻ നോക്കണുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അമ്മ വിസ പുതുക്കി കിട്ടിയാന്ന് മകനോട് വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു. അതിന് നിയോഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, നിയോഗങ്ങൾക്ക്. പക്ഷെ ഇതിന് ഭയങ്കര സ്ലോ ആയിരിക്കും കാര്യം. പക്ഷേ റീന സാബു നിലമ്പൂർ എന്താ പറയണത്? ഞാൻ നിബന്ധനകളെ ടിക്കറ്റ് നോക്കും. ഞാനെപ്പോഴും നിബന്ധനകൾ വെച്ചാൽ ഞാൻ ദൈവത്തോട് ചെയ്ത നിബന്ധനകളെ ഞാൻ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുമെന്ന്. അത് കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ള വഴിയാണ്. എന്താ കാര്യം? അവിടെ പ്രാധാന്യം ദൈവത്തിനാണ്. ഒരു പ്രോജക്റ്റ് പ്രൈസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മുൻഗണന എപ്പോഴും ദൈവത്തിനായിരിക്കണം. ഈശോയുടെ പ്രാർത്ഥന കണ്ടില്ലേ? നമ്മൾ നേരത്തെ കണ്ട എന്താണ്? പിതാവ്, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. പക്ഷെ എന്താ പ്രശ്നം? ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ യാചനാ പ്രാർത്ഥനയുടെ ഫെയ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ
എങ്ങോട്ടാണ് അത് പോകുന്നത്, ലാൻഡ് ചെയ്യേണ്ടത്? യാചനാ പ്രാർത്ഥനകൾ, പല യാചനാ പ്രാർത്ഥനകളും ലാൻഡ് ചെയ്യേണ്ടത് സമർപ്പണ പ്രാർത്ഥനയിലാണ്. അതുകൊണ്ട് യാചനാ പ്രാർത്ഥന നിങ്ങൾ നടത്തുമ്പോൾ തന്നെ സമർപ്പണ പ്രാർത്ഥന കണ്ടന്റ് അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമായിരിക്കണം. കർത്താവിൻ്റെ യാചനാ പ്രാർത്ഥനയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ യാചനാ പ്രാർത്ഥനയുടെ അകത്ത് തന്നെ സമർപ്പണ പ്രാർത്ഥന ബിൽറ്റ് ഇൻ ടു ദി സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി. ആ സിസ്റ്റത്തിനകത്ത് തന്നെ ഒരു ഘടനയായിട്ടാണ് വിടണത്. അല്ലാതെ യാചനാ പ്രാർത്ഥന വേറെ, സമർപ്പണ പ്രാർത്ഥന വേറെ ആയിട്ടല്ല. എല്ലാ യാചനാ പ്രാർത്ഥനകളിലും ഈ സമർപ്പണ പ്രാർത്ഥനയുടെ കണ്ടന്റ് ഉണ്ടാകണം. ഇപ്പം നിങ്ങൾ ജർമ്മൻ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപ്പോൾ അത് എങ്കിലും അപ്പോൾ നിങ്ങൾ ഉടനെ അതിൻ്റെ അകത്ത് കണ്ടന്റ് വെക്കണം. എന്താ കാര്യം? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. അതാ സംഭവം. ഈശോയുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പ്രാർത്ഥനയായത് കാരണം സത്യസന്ധമായ ദൈവപൈതലാണെങ്കിൽ യാചനാ പ്രാർത്ഥനകത്ത് ബിൽറ്റ് ഇൻ ടു സിസ്റ്റമാക്കും. എന്താണ്? ആ സിസ്റ്റത്തിനകത്തുള്ള ഒരു അവിഭാജ്യ ഘടകമായിട്ട് തന്നെ എന്ത് വരും? സമർപ്പണ പ്രാർത്ഥന വരും. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പം എങ്കിലും അത് കർത്താവിൻ്റെ യാചനാ പ്രാർത്ഥന അതുണ്ട്. അതുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ പരിശുദ്ധാത്മ പറയും, കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ പ്രാർത്ഥനയ്ക്കുണ്ട്, പിതാവിന് അതിൻ്റെ അകത്ത് വലിയ പിടിപാടില്ലെന്ന് പറയും. പിതാവിന് പിടിപാടില്ലാത്ത ഒരു സംഭവം, പിതാവിൻ്റെ ഒരു മെയിൻ പരിപാടി എന്താ? പിതാവിൻ്റെ ഒരു മെയിൻ പരിപാടി എന്താ ബൈബിളിൽ? എൻ്റെ ആകർഷണമാണ്, അല്ലേ? എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യോഹന്നാൻ 6:44. യോഹന്നാൻ 6:44. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ, അതായത് നിങ്ങൾ മനസ്സിലായില്ലേ? ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ വേറെ ഒരു വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വചനം നമ്മൾ വായിക്കും, ഞാൻ ആദ്യം എന്താ പറഞ്ഞത്? ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ വേറെ വചനം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ എക്കോ വേർഡാണ്. ഇപ്പം എന്താ പറയണത്? എൻ്റെ 6:42 എന്താ പറയണത്? പറഞ്ഞ് യോഹന്നാൻ 6:44 അല്ലേ? എന്താ പറയണത്? എൻ്റെ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുത്ത് വരിക സാധ്യമല്ല. ഒരുവനും എന്ന് വെച്ചാൽ ഒന്നിനും കൂടി അർത്ഥമുണ്ട് അതിൻ്റെ അകത്ത്. ഒന്നിനും പ്രാർത്ഥന പോലും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആകർഷണം വേണം. യു ഗോട്ട് ദ പോയിന്റ്. പീഡിയ 6:44 എന്താ യോഹന്നാൻ? എൻ്റെ പിതാവിനാൽ പറഞ്ഞേ, എന്റെ പിതാവിനാൽ ആകർഷിച്ചല്ലാതെ ഒരുവനും എന്റെ അടുത്ത് വരിക സാധ്യമല്ല. ഒരുവനും എന്ന് വെച്ചാൽ അതുപോലെ തന്നെ പ്രാർത്ഥന പോലും പിതാവിൻ്റെ അടുക്ക് ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? പിതാവിൻ്റെ ഒരു ആകർഷണം വേണം. ആകർഷണം വേണമെന്ന് ആ ബാഗിനിട്ട് നമ്മളെ വഴക്ക് അടുപ്പിക്കണം. അതിൻ്റെ അകത്ത് എന്താ കാര്യം? അതെന്താണ്? അത് കർത്താവ് ആ പിതാവിൻ്റെ അടുത്തേക്ക് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ കണ്ടന്റ് വൈസ് റിച്ചാണത്. എന്താ? കർത്താവ് കറക്റ്റ് കണ്ടന്റ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രാർത്ഥനയാണ്. എന്താണ്? സാധ്യമെങ്കിൽ പിതാവ് ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. കണ്ടന്റ് ചേർത്തിട്ടുണ്ട്, പിതാവ് ആകർഷിക്കുന്ന കണ്ടന്റ് ചേർത്തിട്ടുണ്ട്. എന്താണത്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം ദൈവ പൈതലാണെങ്കിൽ കസ്റ്റമൈസ് എന്ന് പറയും, കസ്റ്റമൈസ് പ്രെയർ. ഇപ്പം നിങ്ങൾ പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ എന്ന് പറയത്തില്ലേ? കുർബാനയിലൊക്കെ ഉണ്ട് പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ, വിശ്വാസികളുടെ പ്രാർത്ഥന. പക്ഷെ പല വിശ്വാസികളുടെ പ്രാർത്ഥനയും പ്രെയർ ഓഫ് ദി ഫെയ്ത്ത്ഫുൾ അല്ല, കസ്റ്റമൈസ് പ്രെയറാണ്. കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് കസ്റ്റമറായി. നമ്മൾ കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാരല്ലേ? കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുന്നവർ എന്താ പറയണത്? കസ്റ്റമർ എന്നാണ് പറയണത്, ഉപഭോക്താവ്.
പല വിശ്വാസികളുടെ പ്രാർത്ഥനയും ഉപഭോക്താക്കളുടെ പ്രാർത്ഥനയാണ്. എല്ലാം പിടികിട്ടണോണ്ടാ. നമ്മുടെ പ്രാർത്ഥനയുടെ ഡിസൈൻ പരിശോധിച്ചാൽ അത് ഫെയ്ത്ത്ഫുള്ളിൻ്റെ പ്രാർത്ഥനയല്ല, വിശ്വാസിയുടെ പ്രാർത്ഥനയല്ല, ഉപഭോക്താവിൻ്റെ പ്രാർത്ഥനയാണ്. ഇതൊരു ഡേഞ്ചറസ് ട്രൂത്താണ്, ദുരന്ത സത്യം. എന്താണ് അപകടകരമായ സത്യം? പല വിശ്വാസികളുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവ് എന്താ ഇപ്പോൾ പറയണത്? അത് കസ്റ്റമൈസ് പ്രെയർ ആണെന്ന്. ഉപഭോക്താവിൻ്റെ പ്രാർത്ഥന വസ്തുവിക്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനല്ലേ? ബ്യൂട്ടി പാർലർ നടത്തി ലാഭം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാനല്ലേ? ഇതൊന്നും വേണ്ടെന്നല്ല. ഇതൊന്നും വേണ്ടെന്നല്ലെന്ന് ഈശോ ആദ്യമേ പറയുന്നുണ്ട്. എന്ത് രസമാണെന്ന് ഈശോ. ഇതൊന്നും വേണ്ടെന്നല്ല, പിന്നെ എന്താണ്? പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണമെന്നാണ് പറയണതെന്ന്. കർത്താവ് എന്താ പറയണത്? ഇതൊന്നും വേണ്ടെന്നല്ല. നിങ്ങളുടെ മക്കൾ ഇംഗ്ലീഷ് പഠിച്ച് പഠിക്കണം, നിങ്ങളുടെ മക്കൾ 1ാം ക്ലാസ് ഇൻ്റർനാഷണൽ ലെവലിൽ ഉയർന്ന ഉദ്യോഗം ഉണ്ടാകണം. ദാറ്റ്സ് ഓക്കെ. ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊന്നും വേണ്ടെന്നല്ല. പിന്നെ എന്താണ്? ആദ്യം നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. എൻ്റെ പേര് ആശ. ഞാൻ ഹിന്ദു കുടുംബത്തിൽ നായരാണ്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ സാക്ഷ്യം പറയാൻ ഞാൻ ഉടമ്പടി എടുത്തതാണ്. ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നൂർനാട് വില്ലേജിൽ മാവേലിക്കര താലൂക്കിൽ താമസിക്കുന്നു. അമ്മയ്ക്ക് കഴിഞ്ഞ മാസം 12-ാം തീയതി ഇതുപോലെ 3 ദിവസം കൊണ്ട് ആഹാരം കഴിക്കാതെ അമ്മ കുഴഞ്ഞു വീഴുന്നത് ഞാൻ എൻ്റെ വീഡിയോ കോളിൽ നിന്ന് ഞാൻ കണ്ടു. പെട്ടെന്ന് തന്നെ അച്ഛനോട് പറഞ്ഞു, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ ജോലി ചെയ്യുന്നത് ദുബായിലാണ്. എൻ്റെ ജോലി നേഴ്സാണ്. എൻ്റെ ഇളയ മോളും എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്തു. അമ്മയുടെ ബോധം നഷ്ടപ്പെട്ടു, നടക്കത്തില്ല. പെട്ടെന്ന് സഡൻലി ഉണ്ടായതാണ്. അപ്പം ഞാനൊരു 13 വർഷം കൊണ്ട് എൻ്റെ മാതാവിനെയും ഈ നിൽക്കുന്ന യേശുവപ്പനെയും അറിയുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വീട്ടിൽ ആർക്കും അതറിയത്തില്ല. എൻ്റെ മോൾക്ക് വയസ്സ് 13ആയി. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് അറിയാവുന്ന രീതിയിൽ സങ്കീർത്തനം 91 സങ്കീർത്തനം 27 വായിക്കും. അത് മാത്രമേ ഞങ്ങൾക്ക് വായിക്കാൻ അറിയത്തുള്ളൂ. പക്ഷെ മലയാളം എഴുതാനോ പറയാനറിയാം. ഞങ്ങൾക്ക് എഴുതാൻ ഫാമിലിയിൽ ഞങ്ങൾക്ക് മക്കൾക്ക് അങ്ങനെ അറിയില്ല. ഞങ്ങളിവിടെ അല്ല ജനിച്ചു വളർന്നവർ. അപ്പം അത് മാത്രം ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തികളായിരുന്നു. ഇപ്പം എൻ്റെ മോളെയും കൊണ്ട് സ്കൂളിൽ ഷാർജയിലാണ് ഞങ്ങൾ അവളെ സ്കൂളിൽ വിടുന്നത്. ആ സമയത്ത് അവളെ രാവിലെ കൊണ്ടുവരുമ്പോഴും അവിടെ ഒത്തിരി പള്ളികളുണ്ട്. ഞങ്ങൾക്ക് അവിടെ അമ്പലങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത കൊണ്ട് ഈ മാതാവിൻ്റെ അടുത്ത് പോയി എന്നും രാവിലെ 6:30 ആകുമ്പം പോയി ഈ മെഴുകുതിരി കത്തിക്കുകയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ ഇതേപോലെ തന്നെ ഈ മാതാവ് ഇതുപോലെ തന്നെ കുരിശേൽ യേശുവപ്പന് നിൽക്കുന്ന ഒരു രീതി, അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ അമ്മയും മോളും. അത് കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് അച്ഛൻ വിളിച്ച് പറഞ്ഞു അമ്മയ്ക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അത് കഴിഞ്ഞിട്ട് അമ്മ സംസാരിക്കത്തില്ല, അറിയത്തില്ല. എനിക്ക് 2 പെൺമക്കളാണ്. മൂത്ത മോള് വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി അമ്മൂമ്മയുടെ കാര്യം അറിയത്തില്ല, മമ്മി കയറി വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ടിക്കറ്റിന് അന്ന് റംസാൻ സമയമാണ്. ടിക്കറ്റിന് 1,20,000 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ്. ഞാൻ അവിടെ ചെന്ന് മോളുടെ പരീക്ഷ സമയമാണ്. ഞാൻ ചെന്ന് പറഞ്ഞു, മാതാവേ എങ്ങനെ ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോവും, എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ കൂടെ വാർഡിൽ ജോലി ചെയ്യുന്ന സിസ്റ്റർ, ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്യുന്ന സിസ്റ്ററാണ്, വാർഡിൽ ജോലി ചെയ്യുന്ന സിസ്റ്റർ ടിക്കറ്റ് ക്യാൻസലാക്കി ഞങ്ങൾക്ക് 2 പേർ കൂടെ വന്ന് മാതാവിനെ കാണാനുള്ളിടം സാധിച്ചു തരണേന്ന് പറഞ്ഞു. അതേപോലെ പിറ്റേന്ന് മോള് പരീക്ഷ എഴുതാൻ പോകുന്നത് രാവിലെ 6 മണിയായപ്പോൾ ഞാൻ മാതാവിൻ്റെ അവിടെ ചെന്ന് നിന്നുകൊണ്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം സിസ്റ്റർ ക്യാൻസൽ ചെയ്തു.
ആ ടിക്കറ്റ് എനിക്ക് കിട്ടി. അന്നേരം തന്നെ ഞങ്ങൾ അവിടുന്ന് കയറി നാട്ടിലിവിടെ വന്ന് ഹോസ്പിറ്റലിലോട്ടാണ് വരുന്നത്. വന്നു കഴിഞ്ഞപ്പം അമ്മ അറിയുമോ എന്ന് ചോദിച്ചു. അമ്മ അറിയത്തില്ല എന്ന് പറഞ്ഞ്. ഞങ്ങളെ മക്കളെ ആരെയും അറിയത്തില്ല. അമ്മ അറിയുന്ന രണ്ട് വ്യക്തി, എൻ്റെ മൂത്ത മോളെയും എൻ്റെ അച്ഛനെയും അറിയും, അല്ലാതെ ആരെയും അറിയത്തില്ല. ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പം ഡോക്ടർ റൗണ്ട്സ് കഴിഞ്ഞ് അടുത്ത റൂമിലേക്ക് കയറിയപ്പം അമ്മയ്ക്ക് എൻ്റെ അനിയത്തിയുടെ മോള് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസ് കൊടുക്കുക, കഞ്ഞി അടിച്ച് ജ്യൂസാക്കി കൊടുക്കണം, സ്പൂണിൽ കൊടുക്കുന്നു. അപ്പം ചേറയിലിരുത്തിയേക്കുന്നു. അമ്മ ഇങ്ങനെ, ഞാൻ ചോദിച്ചു, അമ്മ ഞാൻ ആശയാണ്, അമ്മയ്ക്കറിയാമോ എന്നെ? ഇല്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഇളയ മോള് ചെന്നിട്ട് അമ്മൂമ്മ ഞാനാണ്, അനാമികയാണ്, അറിയുമോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ ഒത്തിരി ഡ്രൈ ആയി അമ്മയുടെ ഫേസ്. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പോയി ഇച്ചിരി കരിക്കും വെള്ളം കൊണ്ടുവരൂ, വെളിയിൽ പോയി മേടിച്ചോണ്ട് വരൂ എന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങോട്ട് പോയി. ഞാൻ പിന്നെ അമ്മയെ വിളിച്ചു. 9:45 ഹോസ്പിറ്റലിലെ ടൈം, റൗണ്ട് ടൈമാണ് ഡോക്ടേഴ്സിൻ്റെ. അപ്പോൾ സിസ്റ്റർമാരെ ബെല്ലടിച്ചാലൊന്നും കിട്ടത്തില്ല. ഡോക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ അവർ റൗണ്ട്സിന് ഓരോ റൂമിൽ നടക്കുവാണ്. ഞാൻ നോക്കിയപ്പോൾ അമ്മയുടെ കണ്ണ് മേലോട്ട് കയറുവാണ്. കയറി അങ്ങ് പോയി, മരിച്ചിട്ട് സൈഡിലോട്ട് തല അങ്ങ് പോയി. അപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു, യേശുവേ, നിൻ്റെ അമ്മയെപ്പോലെ നിനക്ക് നിൻ്റെ അമ്മയെ ഇഷ്ടമാണല്ലോ, അതുപോലെ എനിക്കും എൻ്റെ അമ്മയെ ഇഷ്ടമാണ്, എനിക്ക് തിരിച്ച് തന്നേ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ അമ്മേൻ്റെ കൈയടി ചരിച്ച് നിർത്തിയിട്ട് ആഞ്ഞടിച്ചു. അമ്മയെ പുറത്താഞ്ഞടിച്ചു. ഒരു 7-8 വട്ടം ഞാൻ അടിച്ചിട്ട് അപ്പം മൂക്കിൽ കൂടെയും വായിൽ കൂടെയും ഒരു ഈ മൂക്കള പോലെ ഇങ്ങനെ വന്ന് ഞാൻ എൻ്റെ കൈ കൊണ്ട് തുടച്ചിട്ട് എൻ്റെ വാ കൊണ്ട് ഞാൻ അമ്മയ്ക്ക് ശ്വാസം കൊടുത്തു. എന്നിട്ട് പിന്നെ അടിച്ചു. കാരണം ഞങ്ങൾ പേഷ്യൻറ്റിനെ വെൻറ്റിലേറ്ററിൽ കയറ്റുമ്പോഴോ അല്ലെങ്കിൽ കാഷ്വാലിറ്റി വരുമ്പോഴോ ഞങ്ങൾ ചെയ്യുന്നതാണ്, പേഷ്യൻറ്റിനെ പമ്പ് ചെയ്യും. അതുപോലെ എനിക്ക് അമ്മയെ ചെയ്യാൻ പറ്റിയില്ല. അമ്മ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, തല ഇങ്ങോട്ട് കുനിച്ചു കൊടുത്തിട്ട് ഞാൻ ഇഷ്ടം പോലെ അടിച്ചു കഴിഞ്ഞാൽ അമ്മ മരിച്ചു. അപ്പോൾ എൻ്റെ വാ കൊണ്ട് ഞാൻ ശ്വാസം കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ ഇങ്ങനൊരു സൗണ്ട്. ഞാൻ പറഞ്ഞു, എടുക്കടാ ട്രോളി എന്ന് പറഞ്ഞ് എടുത്ത് ട്രോളിയിലിട്ടു. പെട്ടെന്ന് ഞാനും എൻ്റെ മോടെ ഹസ്ബൻഡും ഈ കുഞ്ഞും എല്ലാവരും നിലവിളിക്കുകയാണ്. സിസ്റ്റർമാരെ വിളിച്ചിട്ട് ആരും വന്നില്ല, അവർ റൗണ്ട്സിലാണ്. എടുക്കടാ അമ്മേ ട്രോളിയലെന്ന് പറഞ്ഞ് ട്രോളിയലെടുത്തിട്ട് ICUലേക്ക് ഓടിക്കൊണ്ട് കയറ്റി കഴിഞ്ഞ് സിസ്റ്റർമാർ വെൻറ്റിലേറ്ററിൽ കയറ്റിയ പെട്ടെന്ന് തന്നെ അമ്മേനെ. ആ സമയം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ വന്ന് ഡോക്ടർ ഓടി വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ നിന്നെ നമിക്കുന്നു വന്ന്. കാരണം അത് നീ പഠിച്ച ഒരു തൊഴിലായതുകൊണ്ടാണല്ലോ ഈ അമ്മ ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്ന് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം അമ്മയുടെ കൂട്ടുകാരിയുടെ മോള് ഇവിടെ വന്ന് സ്ഥിരമായിട്ട് വരുന്നവരാണ്. അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഇവിടുത്തെ ഉപ്പും പിന്നെ ആ തേനും എണ്ണയും കൂടെ കൊടുത്തു. ആ അമ്മയുടെ വായിൽ ട്യൂബിട്ടേക്കും, ഇൻഡർടെക്കൽ ട്യൂബിട്ടേക്കുമാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ സിസ്റ്റർമാർ കാണാതെ കൊടുത്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ അനങ്ങി. എന്നിട്ടും അച്ഛനോട് പറഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ ഞാൻ ആ ഷാർജയിൽ നിന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ, എനിക്ക് നിന്നെ അറിയത്തില്ല. ഈ ഇരിക്കുന്ന മാതാവ് സത്യമാണെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു. ഞാനും എൻ്റെ മോളും വന്ന് ഉടമ്പടി എടുത്തേക്കാമെന്ന് ഞാൻ അവിടെ വെച്ച് വാക്കിയത്, ദുബായ് ഷാർജയിൽ വെച്ച്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി അമ്മയുടെ വായിൽ ഈ ഉപ്പും ഈ എണ്ണയും ഈ തേനും കൂടി കൊടുത്തു. സിസ്റ്റർ കാണാതെ കൊടുത്തു കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേ അമ്മ അനക്കം വെച്ച് കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റർ വന്ന് എൻ്റെ റൂമിലോട്ട് വന്നിട്ട് പറഞ്ഞു, മോളെ പേടിക്കണ്ട, അമ്മ മാതാവ് നിൻ്റെ കൂടെ ഉണ്ട്, നിങ്ങൾ വിഷമിക്കരുത്, നിൻ്റെ അമ്മ നടന്നിരുന്നോണ്ടിരുന്നിടത്തു നിന്ന് വീണതാണ്, അവർ ശരിക്കും ഉയർത്തെഴുന്നിട്ട് വരുമെന്ന്. അതേപോലെ തന്നെ 16 ദിവസം ICUവിനകത്ത് കിടന്നിട്ട് 17ാമത്തെ ദിവസം അമ്മ ഇറങ്ങി വന്ന് ഞാൻ 18ാമത്തെ ദിവസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ അമ്മേന്
ഈ സ്റ്റേജിൽ കയറ്റി സാക്ഷ്യം പറയാൻ എനിക്ക് അനുവദിക്കണം എൻ്റെ അമ്മയെന്ന് ഈ മാതാവിനോടും പിതാവിനോടും പറഞ്ഞു. പക്ഷേ എനിക്ക് എങ്ങനെ പറയണമെന്നോ എങ്ങനെ സംസാരിക്കണമെന്നോ അറിയത്തില്ല. അപ്പോൾ ആ ഒരു സാക്ഷ്യം ശരിക്കും ഈ മാതാവാണ് ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾ അന്യജാതിയിലാണെങ്കിലും ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് അമ്മേനെ. കാരണം എൻ്റെ അച്ഛൻ ഒരിക്കലും ഞങ്ങളെ ഇതിലോട്ട് വരാനോ അല്ലെങ്കിൽ ഒരു മതത്തിലേക്ക് വേറൊരു രീതിയിൽ ഞങ്ങളെ സംസാരിക്കാനോ സമ്മതിക്കാത്ത അച്ഛൻ. ഈ നിൽക്കുന്ന അച്ഛൻ ഞങ്ങളോട് എപ്പോഴും എതിർത്ത് കാര്യം പറയുമായിരുന്നു. നായന്മാരെന്ന് പറഞ്ഞാൽ വലിയ ഇതായിട്ടാണ് അച്ഛൻ കൊണ്ടു നടക്കുന്നത്. പക്ഷേ ഇപ്പം ഈ സാക്ഷ്യം ചെയ്ത അമ്മ മരിച്ചു കഴിഞ്ഞപ്പം അമ്മയുടെ രണ്ടാമത്തെ ജന്മം അച്ഛൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും പറഞ്ഞു, നിങ്ങളുടെ അമ്മയെ രക്ഷപ്പെടുത്തിയത് നിങ്ങളുടെ മോള് മാതാവായിട്ടാണ്. അതുകൊണ്ട് അമ്മ അതിന് വേണ്ടിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യം പറയാമെങ്കിൽ അമ്മയെ ഇന്നിപ്പിച്ച് ഇവിടെ വന്നണക്ക് പിന്നെ ഇന്നിച്ച് നടക്കുന്നു നല്ല രീതിയിൽ. പക്ഷെ ഓർമ്മയ്ക്ക് ഇച്ചിരി കുറവുണ്ട്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ അന്വേഷിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നു. ആ ഓർമ്മ ഇന്ന് ഇവിടുത്തെ അച്ഛൻ തലേ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ മാതാവിനെയും പിതാവിനെയും പോലെ ഇവിടുത്തെ അച്ഛൻ തലേ വെച്ച് പ്രാർത്ഥിച്ചു. ആ ഓർമ്മക്കുറവ് എൻ്റെ അമ്മയുടെ അത് മാറിക്കിട്ടുമെന്ന് ഞാൻ ഈ അച്ഛനോടും ഈ പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാവിനോടും പിതാവിനോടും ഞാൻ പറയുന്നു. കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പത്രം മേടിച്ചു മാവേലിക്കര ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തു, പന്തളത്ത് 2 ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തു. പിന്നെ എൻ്റെ ആ ചേച്ചി പറഞ്ഞ് കുട്ടനാശുപത്രി കുഷ്ഠരോഗം പിടിച്ച ആ ആശുപത്രിയിൽ അവിടെ ഇച്ചിരി ആഹാരങ്ങൾ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അതിനും കുറച്ച് പൈസ ഞങ്ങൾ കൊടുത്തു വിട്ടു. അമ്മയുടെ പേര് പറഞ്ഞ് ഇനി എവിടെയെങ്കിലും ആൾക്കാർക്ക് ഇത് ചെയ്യണമെന്നും അമ്മയുടെ പേര് ചെയ്യുകയും ചെയ്യും. അമ്മയെ ഞങ്ങൾക്ക് തിരിച്ചു തന്നുകൊണ്ട് ഞങ്ങളിത് ചെയ്യും. ഇത് സാക്ഷ്യമാണ്. എൻ്റെ പേര് വിജിത ഡേവിസ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 ജൂലൈ 7-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അത് ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം ഞാൻ അച്ഛൻ്റെ ടോക്കൊക്കെ യൂട്യൂബിൽ യാദൃശ്ചികമായിട്ട് കണ്ടു തുടങ്ങി. അപ്പോൾ അവിടുത്തെ ഒരു സാക്ഷ്യം പറച്ചിലൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇവിടെ വന്നതാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ പ്രധാനമായിട്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഒരു സ്റ്റേജ് 3 ക്യാൻസറിലിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നത്. അപ്പോൾ അമ്മയ്ക്കൊരു മരണഭയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭയത്തിന് ഞാനാണ് കൂടെ നിൽക്കുന്നത് ആൾ. അപ്പോൾ കെയർ ചെയ്യാനൊന്നും ആരുമില്ല. അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ ഉടമ്പടി എടുത്തു എന്നുള്ളൂ. അങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അതങ്ങനെ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞു. ഒരു പുതുക്കലിൻ്റെ സമയമായി. പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയൊരു ഹോസ്പിറ്റലിൽ തന്നെ ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അതായത് ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ബാത്റൂമാണ്. അതിൽ നിന്ന് പെട്ടെന്ന് വഴുക്കി വീണ് ഞാൻ തെന്നി അടിച്ച് വീണു. ഡോറടക്കം പറഞ്ഞു പോന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ കണ്ടവരെല്ലാവരും പറഞ്ഞു സ്പൈനലോ ഏതെങ്കിലും സ്പൈനൽ കോഡ് ഡാമേജൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം എന്നെ ഷിഫ്റ്റ് ചെയ്ത് കാഷ്വാലിറ്റിയിൽ എത്തിച്ചു. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിയുന്നില്ല. എൻ്റെ താഴേക്ക് ഫുള്ള് തരിപ്പാണ്, ഒന്നും അറിയണില്ല. എന്നാലും ഞാൻ മനസ്സിൽ വിശ്വസിച്ചു കാശുരൂപ ഇട്ടുള്ളത് കൊണ്ട് ഒടിയില്ല എന്നുള്ളത്. കണ്ടവരൊക്കെ പറഞ്ഞു ഒടിയും എന്നുള്ളത്. ഞാൻ അങ്ങനെ വിശ്വസിച്ചു, കാശുരൂപ ഉണ്ടല്ലോ ഒടിയില്ല. അങ്ങനെ ഒരു കാഷ്വാലിറ്റിയിലെത്തി എല്ലാ ടെസ്റ്റും ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ഡോക്ടർ പെൽവിസിന് ചെറിയൊരു ചെരിച്ചിലുണ്ട്, ഒരു നോർമൽ ഡെലിവറി അല്ലെങ്കിൽ അടുത്തൊരു കുട്ടീനെ കൺസീവ് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണ്, പിന്നെ വേണമെങ്കിൽ ഡീറ്റെയിൽ സ്റ്റഡിക്ക് വേണമെങ്കിൽ ഒരു MRI ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഫർദർ ടെസ്റ്റൊന്നും താല്പര്യമില്ല. ഓൾറെഡി എനിക്കൊരു കൊച്ചുണ്ട്, ഒരു മോളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ഇതിപ്പോൾ ഒരു വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമില്ല, മാതാവ് ഉണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ മോൾക്കൊരു 11 വയസ്സായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഒരു 5 വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞും കൂടിയും വേണം. പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആ മാസം തന്നെ ഞാൻ കൺസീവ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് പോലും അത്ഭുതമായി. ദൈവമേ, ഞാൻ ഇത്രയും ഇരിക്കുക കുത്താല വീണിട്ട് വരെ എനിക്കത് മാതാവ് തന്നു. അങ്ങനെ എനിക്ക് കൊച്ച് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ പുതുക്കാൻ വേണ്ടി വന്നു.
അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സാക്ഷ്യം പറയണമെന്ന്. അപ്പോൾ കൊച്ചുമായിട്ട് വന്നിട്ട് അൾത്താരെ കയറണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഓരോ ടെസ്റ്റുകൾ മുന്നോട്ട് പോകും തോറും ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് കുറേ ടെസ്റ്റുകൾ കുറേ സ്കാനിങ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എല്ലാറ്റിലും നോർമലായിരുന്നു. ഫൈനലി എനിക്കൊരു 2 ഫൈബ്രോയിഡിൻ്റെ കോംപ്ലിക്കേഷൻ പറഞ്ഞു. അപ്പോൾ കൂട്ടത്തിൽ കൊച്ചിൻ്റെ കൂടെ ഫൈബ്രോയിഡും വലുതാവാന്ന് പറഞ്ഞു. അപ്പോഴെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു, എന്തായാലും തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് തരും. അപ്പം ഞാൻ ചോദിച്ചത് എനിക്കൊരു മകനെയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് യാദൃശ്ചികമായിട്ടൊരു കുട്ടി എൻ്റെ കയ്യിൽ, ആ കുട്ടിയുടെ കൊച്ചിനെ എനിക്ക് തന്നു ഒന്ന് പിടിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആ മോനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇതുപോലത്തെ തന്നെ വേണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ. അപ്പോൾ എന്താ പറയുക, മാതാവിൻ്റെ കൃപ കൊണ്ട് ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ എനിക്ക് കിട്ടി. ഇതാണ് എൻ്റെ മോൻ. അപ്പോൾ ഞാൻ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്താൻ വന്നത് മോനായിട്ടാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, മാമോദീസ കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരണം ഇങ്ങോട്ടേക്കിന്ന്. അപ്പോൾ അതിൽ നിന്ന് വിളിച്ചത്. ഇവിടെ വന്നപ്പോൾ തൊട്ട് തിരക്കാണ്, കുറേ തടസ്സങ്ങൾ, ഇങ്ങോട്ടേക്ക് വരാൻ പറ്റണില്ല, കൊച്ച് അറിയുന്നു. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു, ഇനിയിപ്പോൾ വേണ്ട, അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയാമെന്ന് വെച്ചപ്പോൾ വീണ്ടും അങ്ങനെ പോയി. അപ്പോൾ ഭാഗ്യം കൊണ്ട് വീണ്ടും അവസരം കിട്ടി. അങ്ങനെ കൊച്ചിപ്പോൾ സൈലൻ്റ് ആയപ്പോൾ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരുപാട് അമ്മ മാതാവിന് നന്ദിയുണ്ട്. പിന്നെ ഞാനൊരു ഇൻഹേലറൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. 5 വർഷമായിട്ട് കണ്ടിന്യൂസ് ഇൻഹേലർ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ആസ്മയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്ത് ഉടമ്പടി വസ്തുക്കൾ പുരട്ടലും കാശുരൂപത്തോടുകൂടി ഇൻഹേലർ പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്കൊരു വിധ ജലദോഷമോ പനിയോ പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതും ഇവിടുത്തെ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ്. അമ്മ മാതാവിന് 1000 സ്തുതിയായിരിക്കട്ടെ.